ഇത് തന്നെ 150 കോടി രൂപയുടെ ക്രമക്കേട് സഹകരണ രജിസ്ട്രാർ കണ്ടെത്തിയത് എപ്പോഴാണ്? അന്നേരമെങ്കിലും CPM-നോ പിണറായി വിജയനോ ഇതിന്റെ പുറത്ത് ആക്ട് ചെയ്യാമായിരുന്നു. ഈ 4 മരണങ്ങൾ ഇല്ലാതാക്കാനായിട്ട് തയ്യാറാകാമായിരുന്നു. ആ മരണങ്ങൾ ഉണ്ടാക്കിയെന്ന് മാത്രമല്ല, ഫിലോമിനയുടെ ബന്ധുക്കൾക്കെതിരെ കേസെടുക്കാനുള്ള ധാർഷ്ട്യം പോലും ഉണ്ടായത് ഇവിടെ കേരളത്തിലുള്ള നിങ്ങളെയും എന്നെയും പോലെയുള്ള ആളുകൾ സൈലന്റ് ആയിട്ടിരിക്കുന്നതുകൊണ്ടാണ്. ബംഗാളിൽ നന്ദിഗ്രാം എങ്ങനെയാണോ CPM-നെ തകർത്തതുപോലെ തന്നെ തകർക്കാൻ പോകുന്ന ഒരു വലിയ സ്കാമാണ് ഈ പറയുന്ന കരുവന്നൂർ എന്നല്ല സഹകരണ സംഘങ്ങളിലെ അഴിമതി എന്ന് പറയുന്നത്. ഇതിൽ വിസിൽ ബ്ലോവർ ആയിട്ടുള്ള സുരേഷ് എന്ന് പറയുന്ന ഒരാളെ ഇപ്പൊ CPM ആദ്യം പുറത്താക്കുകയാണ് ചെയ്തത്. അതായത് ഇതിനെതിരെ ശബ്ദിക്കുന്നവരെ CPM പുറത്താക്കി, രണ്ടാമത് ഇതിനകത്തുള്ള ആളുകളെ മൊത്തം CPM സംരക്ഷിച്ചു. ഈ പാർട്ടി തിരുത്തും എന്ന് പറയുകയല്ലാതെ വേറെ അവരുടെ മുമ്പിൽ വഴിയൊന്നുമില്ല. അത് അവരുടെ ഹെൽപ്ലെസ്നെസ് ആണ്, ഇപ്പം അവരുടെ നിസ്സഹായതയാണ്, അവർക്ക് വേറെ വഴിയൊന്നുമില്ല. പക്ഷെ തിരുത്താൻ കഴിയാത്ത വിധം ഈ CPM അതപ്പതിച്ചിരിക്കുന്നു. നേരത്തെയൊക്കെ CPM ആക്രമണങ്ങൾക്കൊക്കെ നേതൃത്വം കൊടുത്തിട്ടുണ്ട്. ഒരുപാട് പേര് അങ്ങോട്ടും ഇങ്ങോട്ടും മരിച്ചിട്ടുണ്ട്. CPM-ഉം കോൺഗ്രസും അതുപോലെ തന്നെ BJP ഒക്കെ മരിച്ചിട്ടുണ്ട്. പക്ഷെ ഈ മരിക്കുമ്പോഴൊക്കെ തന്നെ അവരുടെ ആശയങ്ങളിൽ വിശ്വസിച്ചിരുന്ന അണികൾ, ഐഡിയോളജിയിൽ വിശ്വസിച്ചിരുന്ന അണികളാണ് ഇത് ചെയ്തുകൊണ്ടിരുന്നത്. ശരിയാണെന്നല്ല ഞാൻ പറയുന്നത്, പക്ഷെ അങ്ങനെയുള്ള അണികളാണ് ചെയ്തുകൊണ്ടിരുന്നത്. പക്ഷെ ഇപ്പം അങ്ങനെ അല്ലാതെ CPM മാറി. CPM എന്ത് ചെയ്തു? ഈ കൊട്ടേഷൻ സംഘങ്ങളെ കൊലപാതകങ്ങൾക്ക് വേണ്ടി ആശ്രയിക്കാൻ തുടങ്ങുന്ന അവസ്ഥയിലേക്ക് എത്തി. നമസ്കാരം. നമ്മുടെ ഇന്നത്തെ സായാഹ്നം രതീഷ് ചക്രപാണി, രാഷ്ട്രീയ നിരീക്ഷകനായ രതീഷ് ചക്രപാണിക്കൊപ്പമാണ്. ഇപ്പോഴത്തെ ഈ സംഭവ വികാസങ്ങളെല്ലാം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. മനു തോമസിൻ്റെ കാര്യങ്ങൾ, ED കരുവന്നൂരിൽ പിടിമുറുക്കിയിരിക്കുന്നത്, പിണറായി വിജയനെതിരെയുള്ള ഭരണവിരുദ്ധ വികാരം, ഇക്കാര്യങ്ങളെല്ലാം ചർച്ച ചെയ്യാനാണ് നമ്മളിപ്പോഴുള്ളത്. അദ്ദേഹത്തോട് തന്നെ നമുക്ക് ചോദ്യങ്ങളെല്ലാം ചോദിക്കാം. സർ നമസ്കാരം. സർ, ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് വന്നിരിക്കുന്ന സംഭവം എന്ന് പറഞ്ഞാൽ ED കരുവന്നൂരിൽ കോടികൾ പിടിച്ചു കെട്ടിയിരിക്കുകയാണ്. MM വർഗീസിൻ്റേതുമുണ്ട്, അല്ലാത്തതുമുണ്ട്. അപ്പോൾ ഇനി വരുന്ന തിരഞ്ഞെടുപ്പിൽ, തദ്ദേശ തിരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്നു, നിയമസഭാ തിരഞ്ഞെടുപ്പും അടുത്തിരിക്കുന്നു, ഇതിൽ ഒരു കരക്കയറ്റം, CPM-ന് ഒരു തിരിച്ചുവരവ് അതുണ്ടാകുമോ? ഞാൻ നേരത്തെ തന്നെ ഏതാണ്ട് ഒരാഴ്ച മുമ്പ് തന്നെ ഞാനൊരു വീഡിയോ ചെയ്തിരുന്നു. അതിൽ ഒരു തിരുത്തലോ തിരിച്ചുവരവോ CPM-ന് സാധ്യമല്ല എന്നാണ് ഞാൻ പറഞ്ഞത്. ഈ കാര്യങ്ങളൊക്കെ എന്നെ സന്തോഷിപ്പിക്കുന്നുണ്ട്. അത് CPM തിരിച്ചു വരില്ല എന്നുള്ളതുകൊണ്ടല്ല, പകരം ഞാൻ പറഞ്ഞത് കറക്റ്റാണ്, എൻ്റെ റീഡിംഗ് എന്നുള്ളതുകൊണ്ടാണ്. ഇപ്പം കരുവന്നൂരിൽ എന്താ സംഭവിച്ചേക്കുന്നത്? കരുവന്നൂരിൽ 3ാം ഘട്ടത്തിൽ ഇപ്പം എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് 117 കോടി രൂപ കണ്ടുകെട്ടിയിട്ടുണ്ട്. ആ 117 രൂപ കണ്ടുകെട്ടിയതിൽ 29 കോടി രൂപയാണ് 3ാം ഘട്ടത്തിൽ കണ്ടുകെട്ടിയിരുന്നത്. പല മാധ്യമങ്ങൾ പോലും തെറ്റായി പറയുന്നത് 29 കോടി രൂപ CPM-ൻ്റേതാണെന്നാണ്. അല്ല, അതിൽ 63 ലക്ഷം രൂപയുടെ 8 ബാങ്ക് അക്കൗണ്ടായ 63 ലക്ഷം രൂപയും ഏതാണ്ട് 5-10 സെൻറ്റ് വരുന്ന ഒരു ലോക്കൽ കമ്മിറ്റി, ബ്രാഞ്ച് കമ്മിറ്റിയുടെ സ്ഥലവും അടക്കമാണ് കണ്ടുകിട്ടിയിട്ടുള്ളത്. പക്ഷേ നിങ്ങൾ അറിയേണ്ടത്, ഇത് CPM-ൻ്റെ ചരിത്രത്തിൽ ഏറ്റവും വലിയൊരു കാര്യമാണ്. ഇപ്പം ഒരു ജേർണലിസം വിദ്യാർത്ഥി അല്ലെങ്കിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളെന്നുള്ളത് സ്വാഭാവികമായിട്ടും CPM-ൻ്റെ ചരിത്രം എടുത്തു നോക്കിയാൽ ഇപ്പോൾ EK നായനാർ ഗവൺമെൻറ്റോ അല്ലെങ്കിൽ VS അച്യുതാനന്ദൻ ഗവൺമെൻറ്റോ ഉള്ള സമയം വരെ ഒരു CPM നേതാവിനെതിരെ പോലും വലിയ അഴിമതി ഉണ്ടാവില്ല. അപ്പോൾ അത്തരത്തിൽ ഞാൻ പറഞ്ഞ സീരിയസ് ആയിട്ടുള്ള ഒരു അഴിമതി നമുക്ക് കണ്ടെത്താൻ കഴിയില്ല. ആ കണ്ടെത്താൻ കഴിയാത്ത CPM ഇന്ന് അതപ്പതിച്ചേക്കണം എവിടെയാണ് നിങ്ങൾ ആലോചിക്കണം. കരുവന്നൂർ ബാങ്കിൽ 11,000-ലധികം വരുന്ന നിക്ഷേപകരുള്ളൊരു ബാങ്കാണ്. ആ ബാങ്കിൽ ഏതാണ്ട് 4,500-ലധികം വരുന്ന സഹകരണ സംഘങ്ങളുണ്ട്. 16,000-ഓളം വരുന്ന ബാങ്കുകളുണ്ട് കേരളത്തിൽ. അതിൽ തന്നെ 164 എണ്ണത്തിൽ ഇപ്പോൾ പണം ഗവൺമെൻറ് തിരിച്ചു കൊടുക്കാൻ കഴിയില്ല. ഞാനിത് നേരത്തെ തന്നെ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുള്ളത്, ബംഗാളിൽ നന്ദിഗ്രാം എങ്ങനെയാണോ CPM-നെ തകർത്തതുപോലെ തന്നെ തകർക്കാൻ പോകുന്ന ഒരു വലിയ സ്കാമാണ് ഈ പറയുന്ന കരുവന്നൂർ എന്നല്ല സഹകരണ സംഘങ്ങളിലെ അഴിമതി എന്ന് പറയുന്നത്. അത് CPM-ന് പിടിച്ചു നിർത്താൻ പോലും കഴിയില്ല. ആ കഴിയാത്തതിൻ്റെ ഏറ്റവും ലാസ്റ്റത്തെ ഉദാഹരണമാണ്. കാരണം ഇതിൽ വിസിൽ ബ്ലോവർ ആയിട്ടുള്ള സുരേഷ് എന്ന് പറയുന്ന ഒരാളെ ഇപ്പം CPM ആദ്യം പുറത്താക്കുകയാണ് ചെയ്തത്. അതായത് ഇതിനെതിരെ ശബ്ദിക്കുന്നവരെ CPM പുറത്താക്കി, രണ്ടാമത് ഇതിനകത്തുള്ള ആളുകളെ മൊത്തം CPM സംരക്ഷിച്ചു. 3 കൊല്ലത്തോളം CPM പോലീസിൻ്റെ അന്വേഷണത്തെ മെല്ലെപ്പോക്ക് പ്രഖ്യാപിച്ചുകൊണ്ട് അവരെ രക്ഷിച്ചു. ലാസ്റ്റ് ക്രൈം ബ്രാഞ്ചിന് അന്വേഷണം കൈമാറി 16 കേസുകൾ ഇട്ടു. ഇതിൻ്റെ ഇടയിൽ പോലും CPM-ൻ്റെ ക്രൂരത നമുക്ക് കാണാം. എന്താണ്? അതായത് ഫിലോമിന എന്ന് പറയുന്ന ഒരു സ്ത്രീയുടെ ജഡം വെച്ചുകൊണ്ട് അവരുടെ മകനും ഭർത്താവും അവര് 30 ലക്ഷം രൂപ ബാങ്കിൽ ഇട്ടവരാണ്. ഓക്കെ, സ്വന്തം പണം കൊണ്ട് 30 ലക്ഷം രൂപ ഇട്ടിട്ട് ആ 30 ലക്ഷം രൂപയിൽ നിന്ന് ചികിത്സക്ക് പണം ചോദിക്കുമ്പോൾ നിരവധി തവണ കയറി ഇറങ്ങിയിട്ട് പണം കിട്ടാതെ അവർ ചികിത്സ കിട്ടാതെ മരിക്കുകയാണ്.
അങ്ങനെ 4 മരണങ്ങളുണ്ടായി. ആ മരണങ്ങളിൽ ഏറ്റവും ഒടുവിലത്തേതായിട്ടുള്ള ഫിലോമിന മരിച്ചപ്പോൾ പോലും ആ ഫിലോമിനയുടെ ഡെഡ് ബോഡിക്കോട് അനാദരവ് കാട്ടി എന്നുള്ളതിൻ്റെ പേരിൽ അവൻ്റെ ഈ ഫിലോമിനയുടെ ഭർത്താവിനും അതുപോലെ തന്നെ മകനുമെതിരെ 70 വയസ്സെത്തി ഫിലോമിനയുടെ ഭർത്താവിനും മകനും വരെ കേസെടുക്കുകയാണ്. അപ്പം ഞാൻ പറഞ്ഞത്, നമ്മൾ ഒരാളെ ഉപദ്രവിച്ചു, നമ്മൾ ഒരാൾക്ക് പണം കൊടുക്കാനുണ്ട് എന്ന് മാത്രമല്ല, അയാൾക്കെതിരെ കേസും കൂടി എടുക്കുന്ന ക്രൂരതയാണ് CPM കാണിച്ചത്. അതുകൊണ്ട് CPMന് പെട്ടെന്നൊന്നും തിരിച്ചു വരാൻ കഴിയില്ല. ഇതിൻ്റെ അടുത്ത കാര്യം എന്താ, ഇരിങ്ങാലക്കുടയിൽ മണ്ഡലത്തിലാണ്, നിയമസഭാ മണ്ഡലത്തിലാണ്. ഇരിങ്ങാലക്കുട നിയമസഭാ മണ്ഡലത്തിലെ വോട്ടിംഗ് നമ്മൾ പരിശോധിച്ചാൽ ഇരിങ്ങാലക്കുട നിയമസഭാ മണ്ഡലത്തിൽ 3-ാം സ്ഥാനത്താണ് CPM വന്നിട്ടുള്ളത്. അതായത് 1-ാം സ്ഥാനത്ത് സുരേഷ് ഗോപിയാണ്, 2-ാം സ്ഥാനത്ത് ഈ പറയുന്ന കോൺഗ്രസ് ആണ് വന്നിട്ടുള്ളത്, മുരളീധരനാണ്, 3-ാം സ്ഥാനത്തേക്കാണ് വന്നിട്ടുള്ളത്. അപ്പോൾ CPMനെ സംബന്ധിച്ചോളം ഇനി ഇതൊരു കാര്യം, ഇത് മാത്രമാണ് ഇപ്പോൾ ആളുകൾ സംസാരിക്കുന്നത്. സത്യത്തിൽ ഞാൻ പറഞ്ഞ പോലെ 164ഓളം വരുന്ന ബാങ്കുകൾക്ക് ഇത് തിരിച്ചു കൊടുക്കാൻ കഴിയില്ല. ഇപ്പം അതിലൊന്നാണ് കണ്ടല സർവീസ് സഹകരണ ബാങ്ക്. ഇതുപോലെ മുസ്ലിം ലീഗ് ഭരിക്കുന്ന സർവീസ് സഹകരണ ബാങ്ക് ഉണ്ട്. സത്യത്തിൽ ഞാൻ നേരത്തെ തന്നെ പോകുന്നുണ്ട്, ഇത് ഇനി അയ്യന്തോൾ ഞാൻ പറഞ്ഞ ഇതെല്ലാം തൃശ്ശൂരത്തെ നിരവധി ബാങ്കുകളിൽ ഇതിനേക്കാൾ വലിയ കൊള്ളയുണ്ട്. ഇത് തന്നെ 150 കോടി രൂപയുടെ ക്രമക്കേട് സഹകരണ രജിസ്ട്രാർ കണ്ടെത്തിയത് എപ്പോഴാണ്? അന്നേരമെങ്കിലും CPMനോ പിണറായി വിജയനോ ഇതിൻ്റെ പുറത്ത് ആക്ട് ചെയ്യാമായിരുന്നു. ഈ 4 മരണങ്ങൾ ഇല്ലാതാക്കാനായിട്ട് തയ്യാറാകാമായിരുന്നു. ആ മരണങ്ങൾ ഉണ്ടാക്കിയെന്ന് മാത്രമല്ല, ഫിലോമിനയുടെ ബന്ധുക്കൾക്കെതിരെ കേസെടുക്കാനുള്ള ധാർഷ്ട്യം പോലും ഉണ്ടായത് ഇവിടെ കേരളത്തിലുള്ള നിങ്ങളെയും എന്നെയും പോലെയുള്ള ആളുകൾ സൈലന്റ് ആയിട്ടിരിക്കുന്നതുകൊണ്ടാണ്. ഇത് അനിലക്കരയെ പോലെയുള്ള ആളുകൾ, ഞാൻ ഏതാണ്ട് 1 കൊല്ലം മുമ്പ് അദ്ദേഹത്തെ ഇന്റർവ്യൂ ചെയ്തപ്പോൾ തന്നെ അദ്ദേഹം ഇതിൻ്റെ കുറേ ഡീറ്റെയിൽസ് എന്നോട് പറഞ്ഞാണ്. ഞാൻ പറഞ്ഞത്, ഇത്രമാത്രം രൂക്ഷമായ ഒരു പ്രശ്നമാണിത്. അതായത് സാധാരണ മറ്റ് ആളുകളുടെ കയ്യിൽ നിന്ന് ഇതൊരു ഘട്ടമുണ്ട്. അതായത് ആദ്യം നമ്മൾ മുതലാളിമാരുടെ കയ്യിൽ നിന്ന് കാശ് കൈക്കൂലി മേടിക്കുന്നു. ഇങ്ങനെ കാശ് മേടിച്ച് ഒരു ഘട്ടം കഴിയുമ്പോൾ നമ്മൾ അല്ലാതെ ആരെ കണ്ടാലും കാശ് മേടിക്കുന്നു. പിന്നീട് എങ്ങനെയാണ്? പിന്നീട് ജനത്തിൻ്റെ കയ്യിൽ നിന്ന് സത്യത്തിൽ പിടിച്ചു പറിക്കുന്നു. ആ പിടിച്ചു പറിക്കുന്ന പണിയാണ് ഇപ്പോൾ കരുവന്നൂർ ബാങ്കിൽ കണ്ടത്. ഇത് ഒരു ചെറിയ സ്കാമല്ല. നമ്മൾ 2.5 ലക്ഷം കോടി രൂപയാണ് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ കേരളത്തിലെ സഹകരണ ബാങ്കുകൾ വഴി ക്രയവിക്രയം ചെയ്യപ്പെടുന്നത്. 35% വരുന്ന കേരളത്തിൻ്റെ ബാങ്കിങ് സിസ്റ്റം അത് ഡിപ്പെൻഡ് ചെയ്ത് സഹകരണ ബാങ്കുകളെയാണ്. അപ്പോൾ അത്തരത്തിലുള്ള സഹകരണ ബാങ്കുകളുടെ വിശ്വാസ്യത തകർന്നു പോയിട്ട് നമ്മൾ ഉടനെ പറയുന്ന CPM ഉന്നയിക്കുന്ന ന്യായീകരണം എന്താണ്? എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് വരുന്നത് വേട്ടയാണെന്നാണ്. സത്യത്തിൽ CPM ഒക്കെ ഈ നാട്ടിലെ പാവപ്പെട്ട ആളുകളെ വേട്ടയാടിയത് കൊണ്ടാണ് ഇപ്പോൾ അവർ വേട്ടയാടപ്പെടുന്നത്. മനസ്സിലായോ? അപ്പം അത് വർഗീസ് എന്ന് പറയുന്ന ഇപ്പോൾ CPMൻ്റെ ജില്ലാ സെക്രട്ടറിക്ക് ഇപ്പോഴും ധാർഷ്ട്യത്തോടുകൂടി പറയുന്നത് എന്താണ്? ഞങ്ങൾക്ക് ഇതിനെക്കുറിച്ചൊന്നും അറിയില്ല, കാരണം ഒരു ഡീറ്റെയിൽസ് ഞങ്ങളുടെ കയ്യിലേക്ക് കിട്ടിയിട്ടില്ലെന്നാണ്. അപ്പം അതുകൊണ്ട് ഇത് CPMൻ്റെ ആണി, ഞാൻ പറയുന്നത് ഇപ്പം നമ്മൾ ബംഗാളിൽ കണ്ടതുപോലെ തന്നെ ഇത് നശിക്കുന്നതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണങ്ങളിൽ ഒന്നായിരിക്കും ഈ സഹകരണ ബാങ്കിൻ്റെ കൊള്ള. ഇത് ഇവിടെ മാത്രം കൊണ്ട് അവസാനിക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. മറ്റ് സഹകരണ ബാങ്കിലേക്കും പ്രസ്ഥാനങ്ങളിലേക്കും കൂടി എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് അന്വേഷണം വരുന്ന കാലം വിദൂരമല്ല. അങ്ങനെ ഇപ്പം തൃശ്ശൂർ ജില്ലാ കമ്മിറ്റി തകർന്നെങ്കിൽ ഇനി അടുത്ത പല കമ്മിറ്റികളും CPMൻ്റെ തകരും. ഇതിൽ CPIയും പെടും. കഡ്ല സർവീസ് സഹകരണ ബാങ്കിൽ കോടിക്കണക്കിന് രൂപയുടെ അഴിമതി നടത്തിയിട്ടുള്ള ആ CPIക്കാരനാണ്. ആ CPIക്കാരൻ DICയിൽ നിന്ന് വന്നതാണ്. നിങ്ങളത് ആലോചിക്കണം. അതായത് കോൺഗ്രസിൽ കെ കരുണാകരന്റെ കൂടെ നിന്ന് ആൾ ഇപ്പുറത്തേക്ക് വന്നതാണ്. എന്ന് പറഞ്ഞാൽ ഇത്തരത്തിൽ എല്ലാം വന്നതിന് ശേഷമാണ് അദ്ദേഹത്തിന് ഇത്രയേറെ കോടിയുടെ സമ്പാദ്യം വന്ന് അദ്ദേഹത്തിന്റെ മകന് തിരുവനന്തപുരത്ത് വലിയ ഹോട്ടലുണ്ട്, നിങ്ങൾ പോയി കാണേണ്ടതാണ്. ആ ഹോട്ടൽ ഉണ്ട്. അദ്ദേഹത്തിന് അതിനുശേഷം വീണ്ടും എലവേറ്റ് ചെയ്തു, കാരണം മിൽമയുടെ അഡ്മിനിസ്ട്രേറ്റർ ആക്കി. അപ്പൊ അത്തരത്തിൽ എല്ലാ ക്രിമിനലുകൾക്കും അഭയം പ്രാപിക്കാവുന്ന ഒരു സ്ഥലമായി CPM മാറിയിട്ട് ഒരുപാട് കാലമായി. സത്യത്തിൽ ഇനി ഇവിടെ എല്ലാവരെയും പിടിച്ച് പുറത്താക്കുകയോ കഴുത്തിന് പിടിച്ച് പുറത്താക്കുകയോ ചെയ്തുകൊണ്ട് പുതിയ ആളുകൾ വരിക എന്ന് പറയുന്നത് ഒരു പാർട്ടി നശിച്ചുകൊണ്ട് മാത്രമേ അതിനെ റിഫൈൻ ചെയ്യാൻ പറ്റൂ. അതാണ് ഇപ്പോൾ ബംഗാളിൽ സംഭവിക്കുന്നത്. ബംഗാളിൽ അധികാരമില്ലാതെ അവിടെ ജീവിച്ചാൽ കോൺഗ്രസ്സുകാരൻ്റെയും ബാക്കിയുള്ളവരുടെയും ഇടി കിട്ടുമെന്ന് മനസ്സിലായപ്പോൾ എല്ലാവരും ഓടി ഒളിച്ചു. അതായത് ഇനി ഇവിടെ നിന്നും അടിച്ചു മാറ്റാനില്ലെന്ന് മനസ്സിലായപ്പോൾ അവരെല്ലാവരും പോയി. ഇപ്പോൾ പുതിയ ചെറുപ്പക്കാർ, ദീപ്തിദാധർ പോലെയുള്ള, മീനാക്ഷി മുഖർജിയെ പോലെയുള്ള നിരവധി ചെറുപ്പക്കാർ അതിനകത്തേക്ക് വന്നിരിക്കുന്നു. അവരുടെ ഒപ്പം ഇപ്പോൾ ജനം കൂടെയുണ്ട്. വോട്ട് ശതമാനമൊന്നും കൂടിയില്ലെങ്കിലും അവരെ കേൾക്കാൻ, അവരുടെ ഇൻഫ്ലുവൻസ്ഡ് ആവാനായിട്ട് ലക്ഷക്കണക്കിന് ജനങ്ങൾ അവരുടെ റാലികളിലേക്ക് എത്തുന്ന അവസ്ഥയുണ്ടായി. അതേപോലെ ഒരു തിരിച്ചുവരവ് മാത്രമേ CPMന് സാധ്യമുള്ളൂ. മറ്റൊരു കാര്യം ചോദിക്കാനുള്ളത്, ഈ കേസിൻ്റെ നാൾ വഴികൾ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ
MK കണ്ണൻ ഓടി ചെല്ലുന്നുണ്ട് മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ അടുത്തേക്ക്. എപ്പോഴാണ് ഇത് ചോദ്യം ചെയ്യലിന് ഹാജരാകുന്നതിന് തൊട്ട് മുൻപ്. അപ്പോൾ ഇതിൽ മുഖ്യമന്ത്രിക്ക് എന്തെങ്കിലും ഒരു പങ്കുണ്ട് എന്നുള്ളൊരു പ്രതീതി ഉണ്ടാക്കാൻ സാധിക്കില്ലേ? ഈ മുഖ്യമന്ത്രിക്ക് എന്തെങ്കിലും പങ്കുണ്ടോ എന്നുള്ളതൊന്നും ഇനി നമുക്കൊരു സംശയത്തിൻ്റെ അവകാശമില്ല. കാരണം മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇതിൽ പങ്കുണ്ട് എന്ന് തന്നെയാണ് ജനം വിശ്വസിക്കുന്നത്. അതിൻ്റെ കാരണം AC മൊയ്തീനിൽ ഒതുങ്ങുന്നതല്ല ഇത്. അല്ല, അതിൻ്റെ കാരണം എന്താ വെച്ചാൽ താങ്കൾ പറഞ്ഞ ആ ഒരു ദൃശ്യം എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്. അതായത് പിണറായി വിജയൻ ഗസ്റ്റ് ഹൗസിൽ വരുന്നു. ആ ഗസ്റ്റ് ഹൗസിൽ വരുമ്പോൾ രാവിലെ തന്നെ MK കണ്ണനെ കാണാൻ തയ്യാറാകുന്നു. MK കണ്ണൻ വന്നിട്ടാണ് അദ്ദേഹം അതായത് പോകുന്നത് തന്നെ. അപ്പം പിണറായി വിജയനെ കണ്ട് ഉപദേശങ്ങളൊക്കെ നേടിയിട്ടായിരിക്കും അദ്ദേഹം പോകുന്നുണ്ടാവുക. അത് MK കണ്ണനോ അല്ലെങ്കിൽ ഇപ്പോൾ AC മൊയ്തീനോ എന്ന് പറയുന്ന ഓരോരോ വ്യക്തികൾ എന്ന് പറഞ്ഞാൽ പോലും ഞാൻ ഇതിൽ ഏറ്റവും ആദ്യം ഉന്നയിച്ചൊരു ചോദ്യമുണ്ട്. ആ ചോദ്യം, ഇത് 320 കോടി രൂപയുടെ അല്ലെങ്കിൽ 300 കോടിയിൽ പരം രൂപയുടെ അതാണെന്ന് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് പറയുന്നു. പോട്ടെ, സഹകരണ വകുപ്പിൻ്റെ രജിസ്ട്രാർ പറയുന്നത് 150 കോടി രൂപയുടെ അഴിമതിയാണെന്നാണ്. അതും പോട്ടെ, ഈ പറയുന്ന സൂപ്പർ മാർക്കറ്റ് നടത്തിയിരുന്ന അവിടുത്തെ ഏതാണ്ട് 6ഓളം വരുന്ന ആദ്യം അറസ്റ്റ് ചെയ്യപ്പെട്ടിട്ടുള്ള ലോക്കൽ കമ്മിറ്റി മെമ്പർമാർ, ആ ലോക്കൽ കമ്മിറ്റി മെമ്പർമാരുടെയൊക്കെ അസറ്റുകളെല്ലാം കൂട്ടിച്ചേർത്ത് വെച്ചാൽ പോലും മാക്സിമം വന്നാൽ 100 കോടി രൂപ ഉണ്ടാവും. അപ്പോൾ ബാക്കി 50 കോടി രൂപ അല്ലെങ്കിൽ 200 കോടി രൂപ എവിടെ പോയി എന്ന് ചോദിച്ചാൽ അത് കൃത്യമായി ഇത് CPMൻ്റെ പാർട്ടികളിലെ ആളുകൾക്ക് ചെന്നിട്ടുള്ളതാണ്. അപ്പോൾ അങ്ങനെ ചെല്ലുമ്പോൾ സ്വാഭാവികമായിട്ടും ഇത് കണ്ടെത്താൻ വലിയ ബുദ്ധിമുട്ടായിരിക്കും എന്നുള്ളതാണ്. അത് സതീഷ് കുമാറിനെ പോലെ കണ്ണൂരിൽ നിന്ന് വന്നിട്ടുള്ള ഒരാൾ ഇവിടെ വന്ന് ഏജൻ്റ് ആകുന്നു എന്ന് പറഞ്ഞാൽ ഇത്തരത്തിലുള്ള ഏജൻസി പണി എല്ലാ ഘട്ടത്തിലും ഉണ്ട്. ഇപ്പം ഞാൻ വിശദീകരിക്കുന്നില്ല. ഇപ്പം നമ്മുടെ ഇവിടെ തന്നെ കോവിഡിൻ്റെ സമയത്ത് ലിക്കർ മേടിക്കാൻ വേണ്ടിയിട്ട് വളരെ സിമ്പിളായിട്ടുള്ളൊരു കാര്യമാണ്. ലിക്കർ മേടിക്കാൻ വേണ്ടിയിട്ട് ടോക്കൺ വെച്ചു. ഒരു ദിവസം 20 ലക്ഷത്തോളം ടോക്കണുകളാണ് പോകുന്നത്. ആ 20 ലക്ഷത്തോളം ടോക്കൺ പോകുമ്പോൾ ഒരു ഏജൻസിക്ക് അത് ആപ്പ് ഉണ്ടാക്കാൻ വേണ്ടി കരാർ കൊടുക്കുന്നു. കൃത്യമായി ആ കരാറിൻ്റെ ഒരു വിഹിതം CPM ആണ് കൈപ്പറ്റിയിട്ടുള്ളത്. കാരണം അല്ലെങ്കിൽ ഒരാൾ ഓർഡർ ചെയ്യുമ്പോൾ 50 പൈസ 1 രൂപ എന്നുള്ള നിലക്ക് എന്ത് ചെയ്യേണ്ട കാര്യമില്ല, കൊടുക്കേണ്ട കാര്യം ഇല്ല. അങ്ങനെ കൊടുക്കേണ്ടി വന്നാൽ തന്നെ ആ ആപ്പ് കൃത്യമായി വർക്ക് ചെയ്തില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, ഇങ്ങനെ ഓരോരോ കേസുകളിലും അഴിമതി പണം കൈപ്പറ്റിയവർ സുഖിച്ചു പോയതുകൊണ്ട് പിന്നെ ഇത് കൺട്രോൾ ചെയ്യാൻ പറ്റില്ല. നമുക്കൊക്കെ അറിയാത്തൊരു കാര്യം എന്ന് പറഞ്ഞാൽ, നമ്മളിപ്പോൾ ഒരു കളവ് നടത്തുന്നു. പലപ്പോഴും ആളുകൾ ചിന്തിക്കുന്ന ഒരു ലോജിക്ക് ഉണ്ട്. അതായത് 45ാമത്തെ കളവിലാണ് പിടിക്കപ്പെട്ടത്. അപ്പോൾ പലപ്പോഴും ആളുകൾ ചിന്തിക്കും 44ാമത് എത്തിയിട്ട് നിർത്തിയാൽ മതിയായിരുന്നു എന്ന് വിചാരിക്കും. പക്ഷേ 44ാമത് കളവ് ചെയ്തിട്ട് നിർത്താൻ പറ്റില്ല. കാരണം അത് നമ്മുടെ ബേസിക് നേച്ചറായി തീരും. എന്ന് പറഞ്ഞാൽ നമ്മളുടെ അത്യാർത്തിയും വളരെ ഓപ്പൺലി പറഞ്ഞ ആക്രാന്തവും ഒക്കെ കൊണ്ട് നമ്മൾ വീണ്ടും പണത്തിൻ്റെ പുറകെ പോകും. അതാണ് ഇതിൽ സംഭവിച്ചേക്കുന്നത്. പിന്നെ MK കണ്ണനെ പോലെയുള്ള ആളുകൾ ഇതിനോട് സമരസപ്പെട്ടാണ് ഈ പാർട്ടിയിലേക്ക് തിരിച്ചു വന്നത്. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ MK കണ്ണനൊക്കെ CMP രൂപീകരിച്ചപ്പോൾ MV രാഘവൻ്റെ ഒപ്പം പുറത്തേക്ക് പോയവരാണ്. പിന്നീട് ഈ പാർട്ടിയോട് ഈ പറയുന്ന തകർന്നുകൊണ്ടിരിക്കുന്ന പാർട്ടിയോട് ചേർന്ന് നിൽക്കാൻ ഉറച്ച് തിരിച്ചു വന്നവരാണ്. അപ്പോൾ അതുകൊണ്ടാണ്. പിന്നെ വളരെ സിമ്പിളായി നിങ്ങളൊന്ന് എടുത്തു വെച്ച് നോക്കൂ. ഇപ്പോൾ സ്വപ്ന സുരേഷ് പാർട്ടി ഏറ്റവും കൂടുതൽ ദയവ് കാണിച്ചവരോടാണ്. കാരണം അവർക്കെതിരെ ഒരു മാനനഷ്ട കേസ് പോലും പാർട്ടി കൊടുത്തില്ല. അപ്പോൾ അത്തരത്തിൽ ഇപ്പം അല്ല, അതാണ് ഞാൻ പറഞ്ഞത്. ഇപ്പം സ്വർണ്ണക്കള്ളക്കടത്ത് പോലെയുള്ള കാര്യങ്ങളിൽ വലിയ ആരോപണങ്ങൾ നേരിട്ടിട്ട് പോലും പാർട്ടി ഒരു മാനനഷ്ട കേസ് പോലും കൊടുത്തില്ല. പാർട്ടി അതിന് വ്യക്തമായി പലപ്പോഴും മറുപടി പോലും പറഞ്ഞിട്ടില്ല. അപ്പോൾ അതൊന്നുകൂടെ വെച്ചാൽ പാർട്ടി അത്തരത്തിൽ നശിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെ നശിക്കുമ്പോൾ നിങ്ങൾ സ്വർണ്ണക്കള്ളക്കടത്ത് നടത്തുകയാണെങ്കിൽ ഞങ്ങളിവിടെ കരുവന്നൂരിലെ ബാങ്ക് കൊള്ള നടത്തും എന്നുള്ളതാണ് തിയറി. അപ്പോൾ നിങ്ങൾ ഇത് ചെയ്യുകയാണെങ്കിൽ ഞങ്ങൾ കണ്ണൂരിൽ കൊട്ടേഷൻ സംഘങ്ങളുമായി ചേർന്ന് സ്വർണം പൊട്ടിക്കൽ നടത്തും എന്നുള്ളതാണ് അവരുടെ ചിന്ത. കൊട്ടേഷൻ സംഘങ്ങളുടെ കാര്യം പറഞ്ഞുകൊണ്ട് ചോദിക്കുകയാണ്. മനു തോമസിന് അഴിച്ചുവിട്ടതൊരു വലിയ വിവാദം തന്നെയാണ്. മനു തോമസിന് പിന്നിൽ ചിലരൊക്കെ ഉണ്ട് എന്ന് പറയുന്നുണ്ട്. അത് എന്തുകൊണ്ടായിരിക്കും? ആ മനു തോമസിൻ്റെ വിവാദം എവിടെ ചെന്ന് നിൽക്കും? മനു തോമസിൻ്റെ വിവാദം ഈ പാർട്ടിയുടെ അടിത്തറ ഇളക്കും എന്ന് വിചാരിക്കുന്ന ഒരാളാണ് ഞാൻ. കാരണം അത് മനു തോമസ് എന്തുകൊണ്ടാണ് ഇപ്പോൾ മനു തോമസ് ഒരു വിവാദം ഉണ്ടാക്കുന്നു. ആ മനു തോമസിൻ്റെ വിവാദം മാധ്യമങ്ങളെല്ലാം കൃത്യമായി സംപ്രേഷണം ചെയ്യുന്നത്, പലപ്പോഴും ആളുകൾ പറയുന്നത് ഇതൊരു മാധ്യമ സിൻഡിക്കേറ്റ് അല്ലെങ്കിൽ മാധ്യമങ്ങൾ CPMനെതിരെ നിൽക്കുന്നു എന്നുള്ളത്. മാധ്യമങ്ങൾ സത്യത്തിൽ CPMനെതിരെ നിൽക്കുന്നതുകൊണ്ടല്ല. അത് പകരം
മാധ്യമങ്ങൾ എല്ലാം ഇപ്പം നമ്മളടക്കമുള്ള എല്ലാ മീഡിയകളും ചെയ്യുന്നത് എന്താണ്, ജനങ്ങൾ കേൾക്കും എന്നുറപ്പുള്ളതേ നമ്മൾ പറയുന്നുള്ളൂ ഇല്ലേ. അപ്പം ജനങ്ങൾക്ക് കേൾക്കാൻ ഇപ്പം പിണറായി വിരുദ്ധതയുണ്ടെന്നും പിണറായിസ്റ്റ് ഭരണത്തോട് വലിയ അഴിമതി ഉണ്ടെന്നും ഈ പാർട്ടിയോട് വെറുപ്പുണ്ടെന്നും മനസ്സിലാക്കിക്കൊണ്ടാണ് സീന എന്ന് പറയുന്ന ഒരു പെൺകുട്ടി ബോംബിനെതിരെ സംസാരിച്ചത് വലിയ വാർത്തയായി വരുന്നത്. അതുപോലെ തന്നെ മനു തോമസ് ഇതിനെതിരെ സംസാരിക്കുമ്പോൾ മനു തോമസിൻ്റെ ഒരു ചരിത്രം കൂടി നമ്മൾ അറിയണം. മനു തോമസ് ശരിക്കും ഇപ്പോൾ ഏറ്റവും ആദ്യം ഞാൻ അദ്ദേഹം ശ്രദ്ധിക്കുന്നത്, അദ്ദേഹം DYFIയുടെ ജില്ലാ പ്രസിഡന്റ് ആയിരിക്കുമ്പോൾ അവിടെ ഒരു മേഖലാ റാലികൾ നടത്തി, അതായത് എല്ലാ ജില്ലാ കമ്മിറ്റി നേതൃത്വത്തിൽ. ആ റാലികളിൽ പറഞ്ഞിരുന്നൊരു കാര്യം ഈ മാഫിയകളെ തള്ളിപ്പറയണം, അതായത് കൊട്ടേഷൻ സംഘങ്ങളെ തള്ളിപ്പറയണം എന്നാണ്. അപ്പോൾ പോലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്. കാരണം ഈ തള്ളിപ്പറയാൻ വേണ്ടി വന്നിട്ടുള്ള ആകാശ് തില്ലങ്കേരിക്ക് ഫേസ്ബുക്കിൽ ഏതാണ്ട് അന്ന് 60,000 ഫോളോവേഴ്സ് ഉണ്ട് ഞാൻ നോക്കുമ്പോൾ. സത്യത്തിൽ ഈ പുള്ളിക്കാകെ 10-30,000 ഫോളോവേഴ്സ് താഴെയുള്ളൂ എന്നാണ് എൻ്റെ വിശ്വാസം, അല്ലെങ്കിൽ അത്ര ഇല്ല. എന്തായാലും 60,000 അർജുൻ ആയങ്കിക്കുണ്ട് 50,000-ത്തിലധികം ഫോളോവേഴ്സ്, പക്ഷേ അത്ര പോലും DYFIയുടെ ജില്ലാ സെക്രട്ടറിക്കോ പ്രസിഡന്റിനോ ഒന്നുമില്ല. അപ്പോൾ അന്നേരമാണ് ഈ തള്ളിപ്പറയൽ നടത്തുന്നത്. ഇങ്ങനെ തള്ളിപ്പറഞ്ഞ അർജുൻ ആയങ്കിയെയും ആകാശ് തില്ലങ്കേരിയെയും സ്വർണം പൊട്ടിക്കൽ സംഘത്തെയും ഒക്കെ തള്ളിപ്പറഞ്ഞ ആളുകൾക്ക്, അവരൊക്കെ CPMൻ്റെ ആളുകളാണെന്നാണ് പറയുന്നത്, അവർ റെഡ് വോളണ്ടിയർമാരാണ്, അവർ പല സമ്മേളനങ്ങൾക്ക് ഞാൻ നിൽക്കുന്നുണ്ട്. അതിൻ്റെ പിന്നിൽ ആയിരക്കണക്കിന് ആളുകളുടെ ലൈക്കും കമൻറ്റുകളുമാണ് വരുന്നത് ഇവർക്ക്. അപ്പോൾ ഇവർക്ക് എങ്ങനെ ആരാധകരുണ്ടാകുന്നു എന്നുള്ളത് നമ്മൾ കണക്കൂട്ടിയാൽ തന്നെ അറിയാം പാർട്ടി എന്ത് ചെയ്തിരിക്കുന്നു, തകർന്നിരിക്കുന്നു എന്നുള്ളത്. ഇപ്പം നമ്മൾ കേരളത്തിലുള്ള എല്ലാവരും ദാവൂദ് ഇബ്രാഹിമിനെ ആരാധിക്കുകയും നമ്മുടെ ഇവിടെ വളരെ സംശുദ്ധനായ ഒരു രാഷ്ട്രീയക്കാരനെ ആരാധിക്കാതിരിക്കുകയും ചെയ്യുമ്പോൾ നമുക്കറിയാം നമ്മുടെ സമൂഹം നശിച്ചിരിക്കുന്നു. അങ്ങനെയുള്ള സൊസൈറ്റികളുണ്ട്. നിങ്ങൾ അറിയേണ്ടത് ഇപ്പോൾ തമിഴ്നാട്ടിലൊക്കെ തിരുട്ട് ഗ്രാമങ്ങളുണ്ട്, അവിടെ ഏറ്റവും നന്നായി മോഷ്ടിക്കുന്നവനാണ് ജനത്തിന് വലിയ ആരാധന തോന്നുന്നത്. അപ്പോൾ അതുപോലെ ഇവിടെ ഇപ്പോൾ സ്വർണം പൊട്ടിക്കൽ സംഘമാണ് ഇത്. അതായത് കള്ളക്കടത്ത് സ്വർണം കൊണ്ടുപോകുന്ന വഴിക്ക് തട്ടിയെടുക്കുന്ന ആളുകളാണ് ഈ അർജുൻ ആയങ്കി എന്നൊക്കെ പറയുന്നത്. ഈ അർജുൻ ആയങ്കി കസ്റ്റംസിന് കൊടുത്തേക്കുന്ന ഒരു മൊഴിയുണ്ട്. ആ മൊഴി നമ്മൾ വായിച്ചു നോക്കിയാൽ നമുക്ക് ചിരി വരും. അല്ലെങ്കിൽ ഇപ്പോൾ പറഞ്ഞ ഒരു കമൻ്റ് ഉണ്ട്, ഈ സ്വർണ്ണക്കള്ളക്കടത്തുകാരോട് എനിക്ക് വെറുപ്പാണ് എന്നാണ്. ആ സ്വർണ്ണക്കള്ളക്കടത്ത് ചെയ്യുന്നത് തെറ്റല്ലേ, അപ്പോൾ അതിനോടുള്ള വെറുപ്പുകൊണ്ടാണ് അവൻ അവരുടെ നിന്ന് സ്വർണം പൊട്ടിച്ചെടുക്കുന്നത് എന്ന് പറഞ്ഞാൽ, സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവൻ കസ്റ്റംസിനെയോ എക്സൈസിനെയോ അല്ലെങ്കിൽ പോലീസിനെയോ ഒക്കെ സഹായിക്കുകയാണ് എന്ന് പറഞ്ഞ് സത്യത്തിൽ അവനൊരു റാങ്ക് കൊടുക്കണം എന്നുള്ളതാണ് നമ്മൾ കണ്ടാൽ തോന്നുന്നത്. അപ്പോൾ ഇത്തരം കമൻറ്റുകളൊക്കെ പറഞ്ഞ് ജനത്തെ വിഡ്ഢിയാക്കാൻ പറ്റുന്ന ഒരു ജനവിഭാഗമായി മാറി. ഇതിൻ്റെ പ്രശ്നം CPMൻ്റെ ഐഡിയോളജിയിൽ നിന്ന് കമ്മ്യൂണിസവും മാർക്സിസവും അല്ലെങ്കിൽ അതുപോലെയുള്ള കാര്യങ്ങളും പണ്ടേ നഷ്ടപ്പെട്ടുവെന്നും പകരം ഇതുപോലെ താറ് മേടിക്കുകയും പട്ടിയുമായിട്ട് മോളിൽ കയറി ഇരിക്കുകയും ചെയ്ത ഫോട്ടോ ഇടുമ്പോൾ അതിനൊരു ലൈക്ക് കിട്ടും എന്നുള്ളതാണ് വിചാരിക്കുന്നത്. അത് CPMന് മാത്രമല്ല കേട്ടോ, നമ്മുടെ സമൂഹത്തിന് മൊത്തത്തിൽ സംഭവിച്ചിട്ടുണ്ട്. ഇപ്പം നേരത്തെയൊക്കെ ഒരു 25-30 കൊല്ലങ്ങൾക്ക് മുമ്പ് നമ്മുടെ വീടിൻ്റെ അടുത്തൊരു അധ്യാപകൻ ഉണ്ടായിരുന്നെങ്കിൽ അയാൾക്ക് കിട്ടുന്ന റെസ്പെക്റ്റ് ഭയങ്കര കൂടുതലായി. ഇപ്പം അങ്ങനെയല്ല. ഇപ്പോൾ സത്യത്തിൽ നമ്മളൊരു എന്തൊക്കെയായാലും തട്ടിപ്പ് കാണിച്ചിട്ടാണെങ്കിലും ശരി, ഒരു BMW ബെൻസോ ഒക്കെ മേടിക്കുന്ന ഒരുത്തിന് ആ റെസ്പെക്റ്റ് കിട്ടും. അപ്പോൾ നമ്മുടെ സമൂഹത്തിൽ തന്നെ വലിയ മാറ്റങ്ങളുണ്ടായിട്ട്, ആ മാറ്റങ്ങളുടെ വലിയ തോതിലുള്ള മാറ്റം എവിടെ ഉണ്ടായി? CPMലുണ്ടായി. CPMൽ അപ്പോൾ ഈ കാശ് സമാഹരിക്കാനുള്ള മാർഗങ്ങളും അതിനകത്ത് നിന്ന് സംഘടിപ്പിക്കും. അപ്പോൾ അതുകൊണ്ടാണ് ഉണ്ടായിട്ടുള്ളത്. ഒന്ന്. രണ്ടാമത്തത്, ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, നേരത്തെയൊക്കെ CPM ആക്രമണങ്ങൾക്കൊക്കെ നേതൃത്വം കൊടുത്തിട്ടുണ്ട്. ഒരുപാട് പേര് അങ്ങോട്ടും ഇങ്ങോട്ടും മരിച്ചിട്ടുണ്ട്. CPMും കോൺഗ്രസും അതുപോലെ തന്നെ BJP ഒക്കെ മരിച്ചിട്ടുണ്ട്. പക്ഷേ ഈ മരിക്കുമ്പോഴൊക്കെ തന്നെ അവരുടെ ആശയങ്ങളിൽ വിശ്വസിച്ചിരുന്ന അണികൾ, ഐഡിയോളജിയിൽ വിശ്വസിച്ചിരുന്ന അണികളാണ് ഇത് ചെയ്തുകൊണ്ടിരുന്നത്. ശരിയാണെന്നല്ല ഞാൻ പറയണേ, പക്ഷെ അങ്ങനെയുള്ള അണികളാണ് ചെയ്തുകൊണ്ടിരുന്നത്. പക്ഷെ ഇപ്പം അങ്ങനെ അല്ലാതെ CPM മാറി. CPM എന്ത് ചെയ്തു? ഈ കൊട്ടേഷൻ സംഘങ്ങളെ കൊലപാതകങ്ങൾക്ക് വേണ്ടി ആശ്രയിക്കാൻ തുടങ്ങുന്ന അവസ്ഥയിലേക്ക് എത്തി. അതെല്ലാം ഞാൻ പറയുന്നത് ഒരു പാർട്ടിയുടെ അപജയമാണ്. അപ്പം അതുകൊണ്ട് കൊട്ടേഷൻ സംഘങ്ങൾക്ക് ജയിലിൽ വൻ സൗകര്യങ്ങളും ഒരുക്കി കൊടുക്കുന്നുണ്ട്. അല്ല, അതാണ് പറഞ്ഞത്. ഇപ്പം ഇവർ പറയുന്നത് ഞങ്ങൾക്ക് അങ്ങനെ കൊട്ടേഷൻ സംഘങ്ങളൊന്നുമായി ബന്ധമില്ല എന്ന് പറയുമ്പോൾ കൊടിസുനിയും കിർമാണി മനോജും ട്രൗസർ മനോജ്, ഷാഫി, ഇവരൊക്കെ പുറത്തിറക്കാൻ വേണ്ടിയിട്ട് 2018 ഉണ്ടായിട്ടുള്ള ഒരു ജയിൽ മാനുവൽ, അത് ജയിലിലേക്കുള്ള നിർദ്ദേശം, അത് ഗവൺമെൻറ് നിയമസഭ കൂടി പാസ്സാക്കിയിട്ടുള്ള ഉത്തരവാണ്. ആ പാസ്സാക്കിയിട്ടുള്ള ഉത്തരവ് പ്രകാരം ജീവപര്യന്തം തടവിന് ശിക്ഷിക്കപ്പെട്ട ഒരാൾക്ക് ശിക്ഷ ഇളവ് കൊടുക്കാൻ കഴിയില്ല. അത് ഗവൺമെൻറ് മാറ്റി. നമ്മളാരും അറിഞ്ഞില്ല. 2018 ഗവൺമെൻറ് 2018 നടപ്പാക്കിയ നിയമം നിയമസഭ കൂടാതെ ഗവൺമെൻറ് ഒരു ഉത്തരവിലൂടെ മാറ്റിക്കൊണ്ടാണ് ഇവരെ പുറത്തേക്ക് വിടാൻ തീരുമാനിച്ചത്. ഒന്ന്. രണ്ടാമത്തത്, ജയിലിൽ ഇവർക്ക് കിട്ടുന്ന സൗകര്യങ്ങൾ എന്താണ്?
ജയിലിൽ കിട്ടുന്ന സൗകര്യങ്ങൾ എന്താണെന്നുള്ളത് പുറത്തേക്ക് വന്നിരുന്നു. ഇവർ ഫേസ്ബുക്ക് ഉപയോഗിക്കുന്നു, ഇവർ അവിടെ നിന്ന് ഫോട്ടോ എടുക്കുന്നു, ഇത്തരം കാര്യങ്ങൾ വരുന്നു. അവിടെ വെച്ച് എല്ലാ ഈ മാഫിയ സംഘങ്ങളിലെ എല്ലാ കാര്യങ്ങളും നിയന്ത്രിക്കുക കൂടെ ചെയ്യുന്നുണ്ട്. മാഫിയ സംഘങ്ങളെ നിയന്ത്രിക്കുന്നു. നേരത്തെയുള്ള സ്വർണം പൊട്ടിക്കൽ കേസിലൊക്കെ ജയിലിനകത്ത് നിന്ന് കൊടിസുനി വിളിക്കുന്നു, എന്നിട്ട് പറയുന്നത് ഞങ്ങളുടെ ആളുകളാണ്, നിങ്ങൾ മുട്ടാൻ നിൽക്കണ്ട, അതുകൊണ്ട് സ്വർണ്ണം ഉപേക്ഷിച്ചേക്കൂ എന്ന് പറയുന്നു എന്നാണ് പുറത്തേക്ക് വന്നത്. ഇനി ഏറ്റവും പോലെ ഇതെല്ലാം പോട്ടെ, ലീഗലി നമ്മുടെ മുമ്പിലുള്ള ഒരു കാര്യമുണ്ട്. അതെന്താണ്? 200 ദിവസങ്ങൾ പരോളിലാണ് ഒരു കൊല്ലം. അതെ, ഒരു കൊല്ലം 200 ദിവസം പരോളിലാണ്. അതായത് 165 ദിവസം മാത്രമേ ജയിലിൽ ഉള്ളൂ. ഒന്ന്. രണ്ടാമത്തത്, ചില ആളുകൾക്ക് 900 ദിവസങ്ങൾ, അവരുടെ മൊത്തം ദിവസങ്ങൾ എടുത്തു വെച്ച് നോക്കിയിട്ടുണ്ടെങ്കിൽ അതിന് 900 ദിവസത്തോളം പരോളാണ്. അപ്പം ഇങ്ങനെ അനിയന്ത്രിതമായി പരോള് കിട്ടുന്നത് എങ്ങനെയാണ്? അത് ഇവർക്ക് വലിയ രീതിയിലുള്ള ബന്ധങ്ങളുള്ളതുകൊണ്ടാണ്. അപ്പം അത്തരത്തിൽ ഒരു മാഫിയ വൽക്കരണം CPM-നെ പിടിമുറുക്കിയിരിക്കുന്നു. ഏറ്റവും ആദ്യം ഈ മാഫിയ വൽക്കരണത്തിൻ്റെ പേടിയിൽ ആളുകൾ ഇത് പറയാതിരിക്കും. പക്ഷേ ലോകത്തെവിടെയും, അത് ഇദിയമീൻ അടക്കം ഭരിച്ച ഹിറ്റ്ലർ, അഡോൾഫ് ഹിറ്റ്ലർ അടക്കം ഭരിച്ച, ബെനറ്റോ മുസോളിനി അടക്കം ഭരിച്ച ഏത് രാജ്യത്താണെങ്കിലും ശരി, കുറേ കഴിയുമ്പോൾ ഈ പറയുന്ന കരുവന്നൂരിലെ ബാങ്കിൽ തട്ടിപ്പുണ്ടെന്ന് സതീഷ് എന്ന് പറയുന്ന ഒരാൾ വിസിൽ ബ്ലോവറായി മാറിയതുപോലെ മനു തോമസ് കണ്ണൂരിൻ്റെ ചരിത്രത്തിൽ എൻ്റെ ഓർമ്മയിൽ ആദ്യമായിട്ടാണ് ഇപ്പോൾ ഒരു നേതാവ് വന്നിരുന്ന് അവിടെ ഇത്തരത്തിൽ തുറന്ന് പറയുന്നത്. ആ പറയുന്നതിന് പിന്നിൽ ഒരു കാര്യം കൂടിയുണ്ട്. ഇതെല്ലാം എന്തിനു വേണ്ടിയെന്ന് ചോദിക്കുമ്പോൾ പി ജയരാജനെ പോലെയുള്ള ആളുകൾ കോടിക്കണക്കിന് രൂപയുടെ ബിസിനസ് കെട്ടിപ്പൊക്കാൻ പി ജയരാജൻ്റെ മകൻ ജെയിൻ ജോർജ് അടക്കമുള്ള ആളുകൾ ഇതിനെ ഉപയോഗിച്ചു എന്നാണ് പറയുന്നത്. അപ്പം അതുകൊണ്ട് ഇത് വളരെ കൃത്യമായി മാഫിയ വൽക്കരിക്കപ്പെട്ടിരിക്കുന്നു, ഇതിലൊരു സംശയമില്ല. അതുകൊണ്ട് ഈ ഘട്ടത്തിൽ നിന്നുകൊണ്ടാണ് ഒരു കാര്യം കൂടി ഞാൻ പറയട്ടെ, ഈ ഘട്ടത്തിൽ നിന്നുകൊണ്ടാണ് CPM പറയുന്നത് ഞങ്ങൾ തിരുത്തുമെന്ന്. എവിടെ തിരുത്തുന്നു? ഞാൻ ചോദിക്കാൻ വന്നത് എന്താണെന്ന് വെച്ചാൽ, ഒരു ഘട്ടത്തിൽ ആകാശ് തില്ലങ്കേരിനെ പി ജയരാജൻ തള്ളിപ്പറയുന്നുണ്ട്. ആ തള്ളിപ്പറഞ്ഞ ആകാശ് തില്ലങ്കേരി ഇക്കഴിഞ്ഞ ദിവസം മനു തോമസ് ഇത്തരം കാര്യങ്ങൾ വിളിച്ചു പറഞ്ഞതോടുകൂടി മനു തോമസിനെതിരെ ഭീഷണിയുമായി രംഗത്ത് വരികയും ചെയ്തിട്ടുണ്ട്. ഈ തള്ളിപ്പറയുക എന്നുള്ളതൊക്കെ നമ്മൾ അത്ര ഗൗരവത്തിലെടുക്കണം. എന്താണെന്ന് വെച്ചാൽ CPM-ഉം രാഷ്ട്രീയ പ്രവർത്തകനും ഒക്കെ പല കാര്യങ്ങളും പൊതുവിൽ പുറത്ത് മൈക്കിലൂടെ പറയുകയും പുറമെ അവരങ്ങനെയല്ല ചെയ്യുന്നത്. ഇപ്പോൾ ഒരു ഉദാഹരണത്തിന് തള്ളി പറഞ്ഞു എന്ന് താങ്കൾ പറയുന്നുണ്ടെങ്കിൽ പ്രതികളുമായി ഞങ്ങൾക്ക് ബന്ധമില്ല TP വധക്കേസിൽ എന്നല്ലേ CPM പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതായത് സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ TP ചന്ദ്രശേഖരനെ ശരിക്കും അവിടെ വെച്ച് ഗോലി കളിക്കുന്നതിനിടക്കുണ്ടായ അല്ലെങ്കിൽ കബഡി കളിക്കുന്നതിനിടക്കുണ്ടായ തർക്കത്തിൽ ഇവർ കൊലപ്പെടുത്തിയാണെന്ന് വേണമെങ്കിൽ CPM പറയും. കണ്ണൂരിൽ പറഞ്ഞു വരുത്തിയ ഒരു സംഭവം ഞാൻ അറിഞ്ഞത്, TP സ്വയം വെട്ടി മരിച്ചതാണെന്ന് വരെയുള്ള കാര്യങ്ങൾ പറയുന്നത്. CP ശരിക്കും പറഞ്ഞാൽ വിഷം കുടിച്ച് മരിച്ചതാണ്. പുള്ളി ശരിക്കും സത്യത്തിൽ 51 വെട്ട് കൊണ്ടിട്ടില്ല എന്നൊക്കെ പറയും. ഇതൊക്കെ ഞാൻ പറയുന്നില്ല ഇപ്പോൾ അത്, കാരണം ഞാൻ രമേന ഇൻ്റർവ്യൂ ചെയ്താണ്. നമ്മൾ ശരിക്കും പറഞ്ഞാൽ അവിടെ ചെല്ലുമ്പോഴുള്ളൊരു വികാരം എന്ന് പറഞ്ഞാൽ, ഒരു മനുഷ്യനെ, നമുക്കിപ്പോൾ ഒരു പട്ടിയെ നമ്മളെ വീട്ടിൽ കൊച്ചിനെ കടിച്ചു എന്ന് വിചാരിക്കും. കൊച്ചിനെ കടിച്ചു എന്ന് വിചാരിച്ചാൽ പോലും നമുക്കൊരു പട്ടിയെ കൊല്ലണമെന്ന് തോന്നിയാൽ പോലും നമുക്കൊരിക്കലും അതിൻ്റെ 51 വെട്ട് അതിൻ്റെ മുഖത്ത് വെട്ടി കൊല്ലാൻ കഴിയുമോ? ഇല്ല. അപ്പോൾ അതുകൊണ്ട് 51 വെട്ട് മുഖത്ത് വെട്ടി കൊല്ല, അതും സെക്കൻഡുകൾക്കുള്ളിൽ ഈ പറയുന്ന പോലെ 4-5 വെട്ടുകൾ വീതം വെട്ടിക്കൊല്ലുന്ന ഒരു കൊലയാളി സംഘത്തിനെ ഏർപ്പെടുത്തിയതിന് ശേഷം, അല്ലെങ്കിൽ അവർക്ക് എല്ലാ സൗകര്യങ്ങളും ഈ ഗവൺമെൻറ് ഭരിക്കുമ്പോൾ കിട്ടിയതിന് ശേഷം നമ്മളിങ്ങനെ പറയുന്നതിന് എന്തർത്ഥമാണുള്ളത്? അപ്പോൾ ഇത് CPM ഇതിനേക്കാൾ നികൃഷ്ടമായിട്ടുള്ള പല ന്യായീകരണങ്ങളും പല കാര്യങ്ങളിലും പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ആന്തൂർ സാജൻ കൊല്ലപ്പെട്ടപ്പോൾ CPM പറഞ്ഞത് ഭാര്യയ്ക്ക് ഹിതകരമല്ലാത്ത ചില ബന്ധങ്ങളുണ്ടായിരുന്നു, അതുകൊണ്ടാണ് ആന്തൂർ സാജൻ മരിച്ചതെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് സത്യത്തിൽ ഈ നമ്മുടെ കാട്ടാക്കട മുരുകനൊക്കെ എഴുതുന്ന കവിത, മുരുകൻ തന്നെ 2 തവണ വായിച്ചു നോക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. കാരണം മനുഷ്യ സ്നേഹത്തിൻ്റെ പേരാണ് മാർക്സിസം എന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ആ മാർക്സിസം ഇവിടെ ഇല്ല, കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലും ഇല്ല. മാർക്സിസ്റ്റ് എന്നൊക്കെ പറയുന്ന വാചകങ്ങൾ എടുത്ത് മാറ്റണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഒരു സംശയവുമില്ല, CPM അത്തരത്തിൽ പറയുന്ന ഒരു കാര്യവും നമുക്ക് മുഖവിലേക്ക് എടുക്കാൻ കഴിയില്ല. CPM അതിൽ തന്നെ പറഞ്ഞത് കുഞ്ഞനന്തൻ ഏരിയ കമ്മിറ്റി മെമ്പറായിരുന്നു. കുഞ്ഞനന്തനെ പക്ഷേ വെറുതെ ശിക്ഷിച്ചതാണ് എന്നാണ് പറഞ്ഞത്. പൂച്ചട്ടി കൊണ്ടുള്ള അടി രക്ഷാപ്രവർത്തനമാണ് എന്നാണ് പറഞ്ഞത്. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ കണ്ണൂരിൽ 2 പേർക്ക് ബോംബ് പൊട്ടി മരിച്ചപ്പോൾ അവർക്ക് രക്തസാക്ഷി മണ്ഡപം പണിതിരുന്നു. ആ മണ്ഡപം പണിതതിന് ശേഷം ബോംബുണ്ടാക്കിയപ്പോൾ അവർ പൊട്ടി മരിച്ചവരാണ് നിർമ്മിച്ചപ്പോൾ. പക്ഷേ CPM പറയുന്നത് ഉടനെ തന്നെ അങ്ങനെ ഓടിക്കൂടിയവരാണ്, അവർ ശരിക്കും പറഞ്ഞാൽ ജീവൻ രക്ഷാ ദൗത്യം ചെയ്യുന്നവരാണ് എന്നൊക്കെയാണ്. അപ്പോൾ ഇതുപോലെയുള്ള പല ന്യായീകരണങ്ങൾ പറയും. ഇതിനേക്കാളൊക്കെ കുറച്ചുകൂടി രസകരമായൊരു ന്യായീകരണമുണ്ട്. അത് പിന്നെ ക്രൂരമല്ല, രസകരമായൊരു ന്യായീകരണം ബാലഗോപാൽ പറഞ്ഞത്, കേന്ദ്ര ഗവൺമെൻറ് പെട്രോളിൻ്റെ വില കുറച്ചപ്പോൾ ഞങ്ങളും കുറച്ചു എന്നാണ്. അതെന്താ വെച്ചാൽ നമ്മളിപ്പോൾ കേന്ദ്ര ഗവൺമെൻറ് പെട്രോളിൻ്റെ വില 10 രൂപ കുറച്ചല്ലോ. അപ്പോൾ സത്യത്തിൽ 2.5 രൂപ ഇവിടുത്തെ ടാക്സായി കിട്ടേണ്ടതാണ്. അപ്പോൾ ബാലഗോപാൽ പറഞ്ഞ 2.5 രൂപ ഞങ്ങളും കുറച്ചു എന്നാണ്.
ബാലഗോപാലിന് കണക്കറിയാവുന്നതാണ് ജനങ്ങൾ ചോദിക്കുന്നത്. കണക്കറിയാമെന്നല്ല, ശരിക്കും പറഞ്ഞാൽ അതിൻ്റെ താഴെ നമ്മുടെ BJP യുടെ ഒരു നേതാവുണ്ട്, മറ്റേ ആക്സിഡൻ്റൊക്കെ പറ്റിപ്പോയ പാലക്കാടുള്ള ഒരു എന്ന് പറയുന്ന ഒരു നേതാവ്, ആക്സിഡൻ്റ് പേരെനിക്ക് കിട്ടുന്നില്ല. അപ്പോൾ അദ്ദേഹം പറഞ്ഞൊരു താഴെ വന്ന് എഴുതിയൊരു കമൻറ്റ് ഇപ്പോഴും എൻ്റെ മനസ്സിലുണ്ട്. അദ്ദേഹം വന്നെഴുത്, നിങ്ങളുടെ അണികളുടെ ബുദ്ധിയില്ലായ്മയിലുള്ള ആത്മവിശ്വാസം എന്നെ അത്ഭുതപ്പെടുത്തുന്നു എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ അണികൾ ഇതുപോലും വിശ്വസിച്ചോളൂ. എനിക്ക് ശരിക്കും പറഞ്ഞാൽ ഓർമ്മയുള്ളത് നമ്മുടെ വീടിൻ്റെ അടുത്തുള്ളൊരു പുള്ളി, അദ്ദേഹം ശരിക്കും ഈ 2 മകളാണ് പുള്ളിക്കുള്ളത്. അപ്പോൾ മൂത്ത മകളെ കല്യാണം കഴിച്ചതിന് ശേഷം രണ്ടാമത്തെ മകളെ കല്യാണം കഴിക്കുന്ന ആൾ കൊടുത്ത വാഗ്ദാനം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഈ വീടിൻ്റെ മുകളിൽ നിനക്കാണ് അവകാശം എന്നാണ്. അതായത് അവിടെ ഒരു ടെറസിട്ട വീടാണ്, പക്ഷെ ആ വീടിൻ്റെ മുകളിൽ മറ്റൊരു വീടില്ല. പക്ഷെ ആ വീടിൻ്റെ മുകളിൽ മറ്റൊരു വീട് പണിതാൽ നിങ്ങൾക്കായിരിക്കും അതിൻ്റെ അവകാശം. അപ്പം നമ്മൾ സത്യത്തിൽ അവിടെ ഒരു സാധനമില്ല, നമ്മൾ കൈകൊണ്ടിങ്ങനെ തപ്പി നോക്കിയാലൊന്നും നമുക്ക് കിട്ടില്ല, നമ്മൾ സ്വപ്നത്തിൽ കണ്ടിട്ട് വേണം ഇത് ചെയ്യാൻ എന്ന് പറയുന്ന പോലെയാണ് ബാലഗോപാൽ പറയുന്നത്. 10 രൂപ കേന്ദ്ര ഗവൺമെൻറ് ഇറക്കുമ്പോൾ സ്വാഭാവികമായിട്ടും അതിൻ്റെ 2 രൂപ 35 പൈസ ടാക്സ് എന്ത് ചെയ്യില്ല, കേരളത്തിന് കിട്ടില്ല. അപ്പം നാളെ 10 രൂപ കൂട്ടിയാൽ അതിൻ്റെ കൂടി വന്ന ടാക്സ് കിട്ടുമല്ലോ. ബാലഗോപാൽ പറയണത് ഞങ്ങളും കുറച്ചു എന്നാണ്. ശരിക്കും ഇവർ കുറക്കേണ്ട ആവശ്യമില്ല, ഇവർ കുറക്കാൻ കഴിയില്ല. ഇപ്പം പൗരത്വ നിയമം ഞങ്ങൾ നടപ്പിലാക്കില്ല എന്ന് പറഞ്ഞാൽ പൗരത്വ നിയമം നടപ്പിലാക്കാൻ ഇവർക്ക് കഴിയില്ല. മനസ്സിലായോ? ഞങ്ങൾ തുർക്കിക്ക് സംഭാവന കൊടുക്കാം എന്ന് പറഞ്ഞാൽ തുർക്കിക്ക് സംഭാവന കൊടുക്കാൻ ഇവരെ കൊണ്ട് കഴിയില്ല. അപ്പോൾ അതുകൊണ്ട് 10 കോടി രൂപ കൊടുത്തു എന്ന് എന്ത് ചെയ്യാം? സത്യത്തിൽ നമ്മൾ കേരളത്തിൽ വളരെ പ്രബുദ്ധരായിട്ടുള്ള ജനമാണെന്നൊക്കെ തോന്നുമ്പോൾ പലപ്പോഴും എനിക്ക് തോന്നാറുണ്ട് കേരളത്തിലെ ജനം പ്രബുദ്ധരാണ് എന്നുള്ളത്. ഇപ്പോൾ ഈ 2024 ഇലക്ഷന് കേരളത്തിലെ ജനം തെളിയിച്ചു. പക്ഷേ ഒട്ടും പ്രബുദ്ധരല്ലാത്ത ഇവർ ജനത്തെ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്തേക്കാണെന്നാണ് CPM-ൻ്റെ നേതാക്കന്മാരുടെ പല കമൻറ്റും കേൾക്കുമ്പോൾ എനിക്ക് തോന്നുന്നു. ഇപ്പോഴും ഈ ഒരു തകർച്ച ഉൾക്കൊള്ളാൻ അവർക്കായിട്ടില്ല. അവരിപ്പോഴും തിരുത്തുമെന്ന് പറയുന്നതല്ലാതെ എന്ത് തിരുത്തും എന്നുള്ളത് പറയുന്നതുമില്ല. പിണറായി വിജയനെ സ്തുതിപാടിക്കൊണ്ടിരിക്കുകയും ചെയ്യുന്നുണ്ട്. ഈ പാർട്ടി തിരുത്തും എന്ന് പറയുകയല്ലാതെ വേറെ അവരുടെ മുമ്പിൽ വഴിയൊന്നുമില്ല. അത് അവരുടെ ഹെൽപ്ലെസ്നെസ് ആണ്, ഇപ്പോൾ അവരുടെ നിസ്സഹായതയാണ്, അവർക്ക് വേറെ വഴിയൊന്നുമില്ല. പക്ഷെ തിരുത്താൻ കഴിയാത്ത വിധം ഈ CPM അധപ്പതിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ CPM-ൻ്റെ ഒരു രാഷ്ട്രീയ പരിപാടി അണികളെ പഠിപ്പിച്ചില്ല, വേറെ ആരെയും പഠിപ്പിച്ചില്ല. സ്വാഭാവികമായിട്ടും ഇവരുടെ ഭാഷയിൽ തന്നെ പറഞ്ഞാൽ എല്ലാ ബൂർഷായ എലമെൻസുകളും പാർട്ടിയിലേക്ക് വന്നു കഴിഞ്ഞു. അതിൻ്റെ ഒരു കോറായിട്ടുള്ളൊരു കാര്യമായി പാർട്ടി മാറി. പിന്നെ ഒരു ഫിലോസഫി കുറച്ച് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഏതൊരു രാഷ്ട്രീയ പാർട്ടിയും അധികാരത്തിലേക്ക് എത്തിക്കഴിയുമ്പോൾ അല്ലെങ്കിൽ അധികാരം കുറച്ചുകൂടി കിട്ടിക്കഴിയുമ്പോൾ വലിയ ബുദ്ധിമുട്ടാണ്. അത് വളരെ ഐഡിയോളജികളിലും ആദർശപരമായിട്ടൊക്കെ നിൽക്കാൻ വളരെ ബുദ്ധിമുട്ടാണ്. അത് സ്വാഭാവികമായിട്ടും, കാരണം ഒരുപാട് ഓപ്പർച്യൂണിറ്റീസും നമ്മളെ ചീത്തയാക്കുന്ന ഒരുപാട് കാര്യങ്ങളൊക്കെ നമ്മുടെ അടുത്തേക്ക് തന്നെ വരും. അപ്പോൾ അതിനോടൊക്കെ നോ പറയുക എന്നൊക്കെ പറയുന്നത് വലിയ വലിയ ബുദ്ധിമുട്ടുള്ള കാര്യം ആണ്. അത് CPM-ന് കഴിഞ്ഞിട്ടില്ല എന്ന് മാത്രമല്ല, ലോകത്തുള്ള ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കും കഴിഞ്ഞിട്ടില്ല. അതുകൊണ്ടാണ് അധികാരത്തിലേറിയതിന് ശേഷം ലോകത്തിലെ രാജ്യങ്ങളിലെല്ലാം തന്നെ അവരെ അടിച്ചമർത്തുന്ന പാർട്ടിയായി CPM മാറിയിട്ടുള്ളത്. എവിടെയാണ്? റഷ്യ, പുടിൻ ലോകം കണ്ട ഏറ്റവും വലിയ ഏകാധിപതി അല്ലേ? അപ്പം സ്റ്റാലിൻ അത്തരത്തിൽ ഒരു നിരവധി ക്രൂരതകൾ ചെയ്തപ്പെട്ട ഒരാളല്ലേ. എന്താണ് ഇപ്പോൾ ചൈനയിൽ സംഭവിക്കുന്നത്? ആ ചൈന ടിബറ്റിനോട് എന്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്? എന്താണ് ഉയ്ഗർ മുസ്ലിങ്ങളോട് ചെയ്തുകൊണ്ടിരിക്കുന്നത്? ഞാനിത് വിശദീകരിക്കാം. അപ്പോൾ ഇത്തരത്തിൽ ആളുകളോട് മുഴുവൻ വളരെ നീചമായി പെരുമാറുന്ന ഒരു കാര്യം വരും. ഏകാധിപത്യവും ഒരു ആബ്സല്യൂട്ട് പവർ കറപ്റ്റ്സ് ആബ്സല്യൂട്ട്ലി എന്നാണ്. എന്ന് പറഞ്ഞാൽ നമ്മൾക്ക് പരിപൂർണമായ ആബ്സല്യൂട്ട് പവർ കറപ്റ്റ്സ് ആബ്സല്യൂട്ട്ലി എന്നാണ്. എന്ന് പറഞ്ഞാൽ പരിപൂർണമായ അധികാരം നമുക്ക് കിട്ടിയാൽ നമ്മളത് കറപ്റ്റ് അഴിമതിക്കാരനാക്കും എന്നുള്ളതിൻ്റെ ഏറ്റവും പ്രകടമായ ഉദാഹരണമാണ് പിണറായി വിജയൻ്റെ ഭാഗം.